അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ഭാര്യയും മക്കളും മാതാപിതാക്കളും ഒരുമിച്ചിട്ടുള്ള ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത്. ഏതൊരനുഗ്രഹത്തെക്കുറിച്ചും നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞതുപോലെ തന്നെ കുടുംബജീവിതത്തെ സംബന്ധിച്ചും കുടുംബനാഥനോട് ചോദ്യങ്ങളുണ്ട്. എങ്കിൽ ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി മറുപടി പറയണമെങ്കിൽ കുടുംബനാഥൻ എന്നുള്ള നിലക്ക് നാം ശ്രദ്ധിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നാം നിർവഹിച്ചിരിക്കണം. എങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസ് നമ്മളോട് പറയുന്നത്? ഒന്നാമത്തെ കാര്യം, ഒരു കുടുംബനാഥൻ ശ്രദ്ധിക്കേണ്ടത് തൻ്റെ കുടുംബം നല്ല കറകളഞ്ഞ വിശ്വാസത്തിൻ്റെ ആളുകളാകാൻ താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്. തൗഹീദ് പഠിപ്പിക്കണം. ആ വിഷയത്തിൽ ജാഗ്രത കൈക്കൊള്ളണം. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മരണമാസന്നനായി കിടക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ സമയത്ത് പോലും തൻ്റെ മക്കളെ വിളിച്ചു വരുത്തി അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം മാ തഅബുദൂന മിൻ ബഅദി എന്നാണ്. എൻ്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്ന്. അഥവാ അത്ര ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെട്ടൊരു വിഷയമാണത്. വിശിഷ്യ നമ്മുടെ സമൂഹം ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഷിർക്കിൻ്റെ അംശങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഒരു കുടുംബനാഥനക്ക് ഒന്നാമതായി കൊണ്ട് കഴിയണം. രണ്ടാമത്തെ കാര്യം, നമസ്കാരം ശ്രദ്ധിക്കണമെന്നാണ്. വഅ്മുർ അഹ്ലക ബിസ്സലാഹ് വസ്തബിർ അലൈഹ. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ത്വാഹയിൽ പറഞ്ഞു, നീ നിന്റെ കുടുംബത്തോട് നിസ്കാരത്തെ കൊണ്ട് കൽപ്പിക്കണം, ആ വിഷയത്തിൽ ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകണം, ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നൊക്കെ പറയും നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ക്വാളിറ്റി ആയിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാഹ്. തൻ്റെ കുടുംബത്തെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. കുട്ടികളോട് 7 വയസ്സാകുമ്പോഴേക്കും കൽപ്പിച്ചു തുടങ്ങണമെന്നും 10 വയസ്സാകുമ്പോൾ ആ വിഷയത്തിൽ അവരെ അടിക്കണമെന്നും ഒക്കെ പ്രവാചകൻ പറഞ്ഞ ആ ഒരു കാര്യം ഒരു കുടുംബനാഥൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 7 വയസ്സായ കൽപ്പിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് ആ മക്കളെ നമസ്കാരത്തിന് കൊണ്ടുപോകലും അവരാ ട്രെയിനിങ് കൊടുക്കലും ഒക്കെ ആ ഒരു രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഹലാലായ ഭക്ഷണം മാത്രം അവർ ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ്. കുടുംബത്തിന് ചെലവാക്കുന്നതിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് അൻഫഖർ റജുലു അലാ അഹ്ലി നഫഖതൻ വഹു യഹ്തസിബുഹ കാനത് ലഹു സദഖ. കുടുംബത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ചെലവഴിക്കുന്ന ചെലവാക്കൽ പരലോകത്തെക്കുറിച്ചൊരു ബോധത്തോടു കൂടെയാണെങ്കിൽ അത് അവനക്ക് സ്വതക്കയാണെന്ന് പറയുമ്പോൾ ആ ഒരു കുടുംബത്തിന് നാം ചെലവഴിക്കുന്ന ഓരോ നാണയത്തുട്ടുകളും നാളെ പരലോകത്ത് തിരിച്ചു കിട്ടാനുള്ളതാണ്. പക്ഷേ അത് മുഴുവനും ഹലാലായ രൂപത്തിലൂടെയാകണം. ഹലാലായ രൂപത്തിലൂടെയല്ല എങ്കിൽ ഈ പറയപ്പെട്ട നന്മകൾ ലഭിക്കില്ല എന്ന് മാത്രമല്ല, കുടുംബത്തിൻ്റെ ബറക്കത്ത് തന്നെ നഷ്ടപ്പെടുവാനും അവർ നേരെയാകാതിരിക്കാനുമൊക്കെ ആ ഒരു കാര്യം കാരണമാണ്. അതുകൊണ്ട് കുടുംബനാഥന്മാർ തൻ്റെ കുടുംബത്തിന് കൊടുക്കുന്ന ആ സമ്പത്ത് അത് എങ്ങനെയായിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം, സ്നേഹവും കാരുണ്യവും പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഭാര്യയോടും മക്കളോടുമൊക്കെ അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? അവർ നിങ്ങളുടെ ഭാര്യമാരോട്, വീട്ടുകാരോട് ഏറ്റവും മാന്യമായി കൊണ്ട് പെരുമാറുന്നവൻ എന്നാണ്. ഭാര്യയുടെ നന്മകൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം, അവളുടെ തെറ്റുകൾ വിട്ടുകൊടുക്കാൻ കഴിയണം, അവളുടെ പ്രയാസങ്ങൾ കണ്ടറിയാൻ കഴിയണം, വീട്ടുകാര്യങ്ങൾ കഴിയുമെങ്കിൽ സഹായിക്കാൻ കഴിയണം. മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കണം, ഇസ്ലാമിക ആദാബുകൾ അവരെ ശീലിപ്പിക്കണം, പെരുമാറ്റ മര്യാദകൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം, തെറ്റുകൾ കാണുമ്പോൾ സ്നേഹത്തോടുകൂടെ തിരുത്തണം, അവർക്ക് വേണ്ടി കഴിയുന്നത്ര സമയവും നമ്മൾ നൽകണം. ഇതൊരു കുടുംബനാഥൻ്റെ വലിയ ഉത്തരവാദിത്തമാണ്. അഞ്ചാമത്തെ കാര്യം, മക്കൾക്കിടയിൽ അനീതി ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ളതാണ്. സമ്മാനങ്ങൾ നൽകുമ്പോൾ പോലും സ്നേഹപ്രകടനങ്ങളിൽ പോലും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. തള്ളക്കോഴി ചിറക് വിരിക്കും പോലെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മറ്റൊന്ന് പ്രധാനപ്പെട്ടത് ദയ്യൂസുകളാകരുത് എന്നതാണ്. എന്താ ദയ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെറ്റുകൾ കുടുംബത്തിൽ നടക്കുന്നത് കണ്ടിട്ടും ബോധ്യപ്പെട്ടിട്ടും തിരുത്താനുള്ള കഴിവുണ്ടായിട്ടും തിരുത്താതെ ആ തെറ്റുകളെ അനുകൂലിക്കുന്നൊരു കുടുംബനാഥൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നാളെ പരലോകത്ത് കരുണയുടെ നോട്ടം പോലും കിട്ടുകയില്ല എന്നതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഏഴാമത്തെ കാര്യം, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യലല്ല, കുടുംബത്തിൻ്റെ മറ്റു അംഗങ്ങളോട് കൂടിയാലോചിച്ച് മുന്നോട്ട് പോകാൻ ഒരു കുടുംബനാഥൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. മറ്റൊന്ന്, ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ.
കൺകുളിർമയുള്ള കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂടെ ചെയ്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.